LDF ഗവൺമെന്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ അത് BJPയെ ഭാവിയിൽ സഹായിക്കാൻ ഉതകുന്നതായിരിക്കുമെന്നുള്ളത് ചൂണ്ടിക്കാട്ടി. UDFന് BJPക്കെതിരെയുള്ള പ്രതിരോധത്തിൽ ഒരു ആത്മാർത്ഥതയുമില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി. എന്നാൽ സംഘടിതമായി LDF ഗവൺമെന്റിനെതിരെയുള്ള പ്രചരണം ഒരു ആംഗിളിൽ നടന്നു. ചിലർ അത് വിശ്വസിച്ചു. തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF അധികാരത്തിൽ വന്നു. ഒരു ഗവൺമെന്റിനെ വിലയിരുത്തുന്നതിന് ഈ ചുരുങ്ങിയ ദിവസം ഒരു കാലാവധിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. പക്ഷേ ഒരു ഗവൺമെന്റ് എന്താണ് ചിന്തിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ 2 മാസം ആവാൻ പോകുന്നു, ഈ 19 ദിവസം ധാരാളമാണ്. ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ ഇതുവരെ കേരളത്തിലെ ഭരണം ഒരു BJP നയിക്കുന്ന ഗവൺമെന്റിന്റേതാണെങ്കിൽ എന്തൊക്കെ നിലപാടുകളാണോ സ്വീകരിക്കുന്നത് അതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംഘപരിവാറിന്റെ നേതൃത്വം പോലും ഇത്ര വേഗത്തിൽ അവർ ഉയർത്തുന്ന രാഷ്ട്രീയം UDF ഗവൺമെന്റ് നടപ്പിലാക്കുമെന്ന് കരുതി കാണില്ല എന്ന് ഉറപ്പാണ്. ഏറ്റവും അവസാനം വഖഫ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സുപ്രീം കോടതിയിൽ പ്രതിനിധീകരിച്ചുകൊണ്ടെടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമല്ലേ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഗവൺമെന്റ് സ്വീകരിച്ചത്? എന്താണ് ഇതിൽ മുസ്ലിം ലീഗിന്റെ നിലപാട്? നിയമസഭയിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പ്രമേയം കൊണ്ടുവന്നു. അന്ന് അതിനോടൊപ്പം നിന്ന UDF എങ്ങനെയാണ് ഇപ്പോൾ വഖഫ് വിഷയത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുക? ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തോടൊപ്പം കോൺഗ്രസ് എടുത്ത നിലപാടുണ്ടല്ലോ, ആ നിലപാടിൽ നിന്നും എങ്ങനെയാണ് UDF ഗവൺമെന്റ് മാറി ചിന്തിക്കുക? അതൊരു ഗൗരവമുള്ള വിഷയമല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരേണ്ടതില്ല, UDF തന്നെ ഭരിച്ചാൽ മതി. BJP ഉയർത്തുന്ന രാഷ്ട്രീയം കേരളത്തിൽ ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമായി നടപ്പിലാക്കും. BJP ഇതര സർക്കാരുകൾ ഒന്നും ചെയ്യാത്ത ഒരു തീരുമാനമാണ് വഖഫ് വിഷയത്തിൽ ആദ്യമായി ഒരു BJP ഇതര സർക്കാർ UDF ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. UDFനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ കടുത്ത പ്രയാസത്തിലാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതസാഹോദര്യത്തോടു കൂടി നാട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മതനിരപേക്ഷത ഏറ്റവും വലിയ സൗന്ദര്യം. എന്നാൽ ഇവിടെ അതൊക്കെ തകർക്കപ്പെടുകയാണ്. ഈ ഗവൺമെന്റിന്റെ പോക്ക് ഒരു BJP ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന BJP ഉയർത്തുന്ന രാഷ്ട്രീയം വേഗത്തിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ വേഗതയിലാണ്. അല്ല, അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഉയർത്തുന്ന പല കാര്യങ്ങളും ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട, KSU പോലെ വിദ്യാർത്ഥി സംഘടനയെ പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഒരു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? സർക്കാരിനെ തിരുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തുക. അതാണ് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ സൗന്ദര്യം. ലക്ഷണമൊത്ത ഒരു BJPക്കാരനെ, ABPയുടെ സമുന്നതനായ ഒരു നേതാവിനെ എങ്ങനെയാണ് ഗവൺമെന്റ് പ്ലീഡർ ആക്കുക എന്ന ചോദ്യം ഞങ്ങളിവിടെ ഉയർത്തിയല്ലോ. ആ ചോദ്യം ഞങ്ങളിവിടെ ഉയർത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന് എന്തൊക്കെ മറുപടിയാണ് നൽകിയത്? എന്നാൽ KSUവിന് പോലും അത് ബോധ്യമായിട്ടില്ല. KSUവിനെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവസാനം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും അല്ലേ ഒരു മൈൻഡാക്കിയില്ല. അതവിടെ പറഞ്ഞു. ഒരു കണക്കിന് നന്നായി. കാരണം അതിൽ ഏറ്റവും സന്തോഷിക്കുക കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും. തേവരക്കോളയിൽ നിന്നും ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സദസ്സിലുള്ള KSU പ്രസിഡന്റിന്റെ മുഖത്ത്
മുഖ്യമന്ത്രി നോക്കിയിരുന്നെങ്കിലും സംസാരിച്ചിരുന്നെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുമോ എന്ന ഭയം ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലക്കുണ്ട്. അപ്പൊ അത് ഒഴിവായി കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുക, മുഖത്ത് നോക്കാത്തതിൽ ഏറ്റവും സന്തോഷിക്കുക ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും. എവിടേക്ക് എത്തി കാര്യങ്ങൾ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുന്ന പോട്ടെ, KPCC സെക്രട്ടറിയെയും KPCC ഭാരവാഹികളെയും KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത നിലയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞു. അപ്പോ 50 ദിവസം കൊണ്ട് ഭരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമാവുന്നതാണ്. സംസ്ഥാന നേതാക്കൾ പറയുന്നത് വിശ്വാസികൾക്കൊപ്പം നിന്നിരുന്നത് പിണറായി സർക്കാരാണ്, ആ പ്രതീക്ഷ ഇപ്പോൾ ഇല്ലാതായി, അതായത് സർക്കാർ വന്നപ്പോൾ അതില്ലാതായി എന്നുള്ളത്. അല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, മതനിരപേക്ഷത ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, മതവിശ്വാസികളിലെ മഹാഭൂരിപക്ഷവും മതവർഗീയതയ്ക്കെതിരാണ്. മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു LDF ഗവൺമെന്റ്. കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത നിലയിലേക്ക് മതവർഗീയ ധ്രുവീകരണം ഇല്ലാതെ പോകുന്നതിന്റെ കാരണം LDF സർക്കാർ എടുത്ത ശരിയായ നിലപാടാണ്. എന്നാൽ അതിനിപ്പോ കോട്ടം തട്ടിയിരിക്കുകയാണ്. പല നിലയിലേക്കുള്ള തെറ്റായ പ്രവണതകൾ കടന്നുവരികയാണ്. ഇത് UDF ഗവൺമെന്റിന്റെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ട കാര്യമാണ്.